ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരുപാട് പേര് ഡയറ്റ് ചെയ്യുന്നവരുണ്ട്, അതേപോലെ തന്നെ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ മസിൽ ഗ്രോത്തിന് വേണ്ടി പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും ഉപയോഗിക്കുന്നവരുമുണ്ട്. അതുപോലെ തന്നെ മസിൽ റിക്കവറിക്കായിട്ടും നമ്മുടെ ഈ ഒരു പ്രോട്ടീൻ പൗഡർ ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്. വർക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ സാധാരണ ഫുഡിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ലഭ്യമാകണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ പുറത്തുനിന്ന് നമ്മൾ പ്രോട്ടീൻ പൗഡർ വാങ്ങി ഉപയോഗിക്കുന്നത്. എഗ് വൈറ്റ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ചിലരൊക്കെ അല്ലേ. എന്നാലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള അളവിൽ ലഭ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം. അപ്പോൾ പ്രോട്ടീൻ പൗഡർ നമ്മുടെ ശരീരത്തിന് എങ്ങനെയാണ് ഗുണം ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാരൊക്കെ ധാരാളം പേരുണ്ട്. ഒരുപാട് അസുഖങ്ങളൊക്കെ പെട്ടെന്ന് പിടിപെടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതിലൂടെ നമ്മുടെ ആ ഒരു രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മസിൽ ഗ്രോത്തിന് വളരെ നല്ലതാണ് പ്രോട്ടീൻ ശരിയായ അളവിൽ നമ്മുടെ ശരീരത്തിൽ എത്തുക എന്നുള്ളതാണ്. അതുപോലെ മസിൽ റിക്കവറിക്കും വളരെ നല്ലതാണ്. എൻ്റെ കയ്യിൽ 2 പ്രോട്ടീൻ പൗഡർ ഇരിപ്പുണ്ട്. ഫാസ്റ്റ്&Up എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻ പൗഡറാണ്. പ്രോട്ടീൻ ഐസൊലേറ്റ് ആണിത്. 2 ഫ്ലേവറിലുള്ളതാണ് നമ്മുടെ കയ്യിലുള്ളത്. 2 പ്രോട്ടീൻ സോഴ്സിന്റെ കോമ്പിനേഷൻ ആണിത്. യെല്ലോ പീസ് ആൻഡ് ബ്രൗൺ റൈസിന്റെ കോമ്പിനേഷനിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട് 100% പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻ ഐസൊലേറ്റ് ആണ് എന്നുള്ളത്. നമ്മളിപ്പോൾ വാങ്ങിയിരിക്കുന്നത് ഒന്ന് ചോക്ലേറ്റ്, ഒരെണ്ണം സ്ട്രോബെറി ഫ്ലേവറിലുള്ളതാണ്. ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ളത് അവൈലബിൾ ആണ് കേട്ടോ. പ്രോട്ടീൻ പൗഡർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് ഉപയോഗിക്കാവോ എന്ന് കുറച്ച് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് യൂസ് ചെയ്യാം. സ്മൂത്തി ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ആണ്. അപ്പോൾ അതായത് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വയറ് നിറഞ്ഞൊരു ഫീലും കാര്യങ്ങളും ഒക്കെ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരിതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 500 ml വാട്ടർ അല്ലെങ്കിൽ മിൽക്ക് എടുക്കുക, പാൽ അല്ലെങ്കിൽ നമുക്ക് സാധാരണ വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കാം. അതിൽ നമുക്ക് 1 സ്കൂപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് കുടിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് എത്ര അളവിലാണ് കഴിക്കേണ്ടത് എന്ന് നിങ്ങൾ ട്രെയിനറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഗ്രാമിൽ അവർ പറഞ്ഞുതരും. പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ ധാരാളം വെള്ളം കുടിക്കണമെന്നൊക്കെ പറയാറുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു പ്രോട്ടീൻ പൗഡറിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് ഡൈജസ്റ്റീവ് എൻസൈംസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് അല്ല. ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി ടേസ്റ്റി ആയിട്ടുള്ളതൊന്നുമല്ല, നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. പിന്നെ ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് സ്മൂത്തി ആയിട്ടൊക്കെ കഴിക്കാം. ഇത് ഐസ്ക്രീം, കേക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ആഡ് ചെയ്തിട്ടും കഴിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിനു മുമ്പ് യൂസ് ചെയ്തിരുന്നത് സ്ട്രോബെറി ഫ്ലേവറിലുള്ള പ്രോട്ടീൻ പൗഡറാണ്. പക്ഷെ നമ്മളിപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള പ്രോട്ടീൻ പൗഡറാണ്. അതെങ്ങനെയാണ്, നല്ലതാണോ എന്നൊക്കെ നോക്കാം. ഞാൻ പാലിൽ മധുരമൊന്നും ചേർക്കാതെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഫാസ്റ്റ്&Up പ്രോട്ടീൻ പൗഡർ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഇൻഫോംഡ് സ്പോട്ട് സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ള പ്രോട്ടീൻ പൗഡറാണ്. ഇപ്പോൾ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തയ്യാറാക്കി കഴിച്ചിട്ട് പോകാൻ സമയമില്ലാത്ത ബിസി ആയിട്ടുള്ള ആൾക്കാർക്കും ഇത് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സ്കൂപ്പ് ഇട്ടിട്ടാണ് മിക്സ് ചെയ്തത് കേട്ടോ. നമ്മൾ സ്ട്രോബെറി കഴിച്ചതിനേക്കാളും എനിക്ക് കൂടുതലായിട്ട് ഈ ഒരു ഫ്ലേവറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നല്ല എന്ന് വെച്ചാൽ ഞാൻ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യാഞ്ഞിട്ട് പോലും ഇത് കുടിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളും ഇല്ല. ആ ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ, അടിപൊളിയാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. അത് തിളപ്പിച്ചാറ്റിയ വെള്ളം എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കാൻ കൂടി ശ്രദ്ധിക്കുക. പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുന്നവർ എസ്പെഷ്യലി നന്നായിട്ട് വെള്ളം കുടിക്കുക. അപ്പോൾ നമുക്കിത് ആർക്കൊക്കെ കഴിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ യൂറിക് ആസിഡ് കൂടുതലായിട്ട് നിൽക്കുന്ന ആൾക്കാർ അവരുടെ ഡോക്ടറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രം ഇത് കഴിക്കുക. ആ കാര്യം മാത്രം ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂപ്പൺ കോഡ് നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതനുസരിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് പർച്ചേസ് ചെയ്യാനുള്ള വെബ്സൈറ്റ് ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ആരൊക്കെ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.